അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4-ാം ക്ലാസ്സിന്റെ അഖ്ലാഖ് എന്ന വിഷയത്തിൽ കഴിഞ്ഞ വർഷം വാർഷിക പരീക്ഷയ്ക്ക് അഥവാ കൊല്ലപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. വിട്ടത് ചേർക്കാം. അസ്സബഉൽ മൂബിഖാത്ത്. സബുൽ മൂബിഖാത്തിൽ വിട്ടത് നമ്മൾ എന്ത് ചെയ്യണം? പൂരിപ്പിച്ച് എഴുതണം. അവിടെ സബുൽ മൂബിഖാത്ത് അങ്ങനെ പറഞ്ഞാൽ എന്താണ്? 7 വൻ കുറ്റങ്ങൾ അല്ലേ? അപ്പം അവിടെ 7 എണ്ണം നൽകിയിട്ടുണ്ട്. അതിൽ ചിലത് എന്തായിട്ടില്ല, അവിടെ കൊടുത്തിട്ടില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വിട്ടത് ചേർത്തി എഴുതണം. അപ്പൊ അവിടെ കൊടുത്തത് ഏതെല്ലാമാണ്? ഒന്ന്, അള്ളാഹുവിനോട് പങ്ക് ചേർക്കുക എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4-മത്തത് പലിശ തിന്നുക എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ബാക്കി നമ്മൾ എഴുതി കൊടുക്കണം. 2-മത്തത് എന്താണ്? സിഹർ, മാരണം ചെയ്യുക. 3-മത്തത് അള്ളാഹു കൊല്ലൽ ഹറാമാക്കിയ ശരീരത്തെ ഹക്ക് കൂടാതെ കൊല്ലുക. 4-മത്തത് പലിശ തിന്നുക. അതവിടെ നൽകിയിട്ടുണ്ട്. ഇനി 5-മത്തതോ? അനാഥകളുടെ ധനം ഭക്ഷിക്കുക. 6-മത്തത് ഘോര സമരത്തിൽ നിന്നും പിന്നോട്ട് ഓടുക. അപ്പോൾ നല്ല യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതിൽ നിന്നും പിന്തിരിഞ്ഞോടുക. അതാണ് അവിടെ കൊടുത്തത്. 6-മത്തെ എന്താണ്? ഘോര സമരത്തിൽ നിന്ന് പിന്നോട്ട് ഓടുക. 7-മത്തത് സജ്ജനങ്ങളായ സത്യവിശ്വാസികളെ വ്യഭിചാരോപണം നടത്തുക. അപ്പോൾ സജ്ജനങ്ങളായിട്ടുള്ള സത്യവിശ്വാസികളെ വ്യഭിചാരോപണം നടത്തുക. ഇതും എന്താണ്? സബുൽ മൂബിഖാത്തിൽ പെട്ടതാണ്. അപ്പോൾ അവിടെ എഴുതാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞ രൂപത്തിൽ എഴുതി കൊടുക്കുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൽ 10 മാർക്ക് ലഭിക്കും. ഇനി 2-മത്തെ പ്രവർത്തനം നോക്കാം. ശരിക്ക് ശരി നൽകാം. അപ്പൊ താഴെ 7ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനും 2 ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. അപ്പൊ ഏതാണോ ശരി അതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. 1-മത്തെ ചോദ്യം, കിബറുള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടും, വെറുക്കും. ഏതാണ് ശരി? വെറുക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 2-മത്തത്, വിനയമുള്ളവരെ എല്ലാവരും അകറ്റി നിർത്തും, ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 3-മത്തത്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ അതിസമ്പന്നനായിരുന്നു ഫിർഔൻ. ഖാറൂൻ. ആരാണ്? ഖാറൂനാണ്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 4-മത്തത്, എല്ലാവരും നന്നാവണം എന്നാണ് മനുഷ്യർ ചിന്തിക്കുക, നല്ലവർ ചിന്തിക്കുക. അപ്പൊ നല്ലവർ ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 5-മത്തത്, ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ് കളവ്, ലഹരി. ഏതാണ്? ലഹരിയാണ്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി 6-മത്തത്, അൽ ഖംറു മിഫ്താഹു കുല്ലി ഐബിൻ കുല്ലി ഷെരീൻ. അപ്പൊ കുല്ലി ഷെരീൻ എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി 7-മത്തത്, ധൂർത്ത് പോലെ ഒഴിവാക്കേണ്ട സ്വഭാവമാണ് മിതത്വം, പിശുക്ക്. ഏതാണ്? പിശുക്ക് എന്നുള്ളതാണ് ശരി. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി 3-മത്തെ ഭാഗം 2 എണ്ണം വീതം എഴുതാം എന്നുള്ളതാണ്. അപ്പൊ അവിടെ 3 ക്വസ്റ്റ്യൻ ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ 2 എണ്ണം വീതമാണ് ഉത്തരം എഴുതാനുള്ളത്. അപ്പൊ 1-മത്തെ ചോദ്യം നോക്കാം. അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങൾ ഏതെല്ലാമാണ്? അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ഏതെല്ലാമാണ്? 1, വലിയവനാണെന്ന് നടിച്ച് ഗമയിൽ നടക്കുക, മറ്റുള്ളവരെ നിസ്സാരമായി കാണുക, ജനങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയുക, പൊങ്ങച്ചം പറയുക. ഇതെല്ലാമാണ് എന്ത്? അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങൾ. അപ്പൊ ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എടുത്ത് എഴുതുക. 2-മത്തത്, അക്രമത്തിൽപ്പെട്ട കാര്യങ്ങൾ ഏതെല്ലാമാണ്? മനുഷ്യരെ ശാരീരിക ഉപദ്രവം ചെയ്യുക, അവരുടെ ധനത്തിൽ കൈ കടത്തുക, അവരുടെ അഭിമാനം തകർക്കുക. അപ്പം ഇവയൊക്കെയാണ്. അപ്പൊ ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. 3-മത്തത്, നാം മിതത്വം പാലിക്കേണ്ട കാര്യങ്ങൾ എന്തിലെല്ലാമാണ്? ഭക്ഷണം, വസ്ത്രം, കരണ്ട്, വീട്ടുപകരണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അല്ലെ? അപ്പൊ ഏതെങ്കിലും 2 എണ്ണം മാത്രം
അവിടെ എഴുതി കൊടുക്കുക. ഇനി നാലാമത്തെ ഭാഗമാണ് പൂർത്തിയാക്കാം. അപ്പൊ അവിടെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം പൂരിപ്പിച്ച് എഴുതുക. ഒന്നാമത്തത്, ലാ യദ്ഖുലുൽ ജന്നത അഹദുൻ ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഹർദലിൻ മിൻ കിബറിൻ. അപ്പൊ അവിടെ ഹർദലിൻ മിൻ കിബറിൻ എന്നാണ് എഴുതി കൊടുക്കാനുള്ളത്. രണ്ടാമത്തെ നോക്കാം, ഇയ്യാകും വൽ ഹസദ ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഹതബ്. അപ്പൊ തഅകുലുൻ നാറുൽ ഹതബ് എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. മൂന്നാമത്തത്, മനസ്സിലുള്ള ദുഷിച്ച ചിന്ത മനസ്സിനെ മലീമസമാക്കും, ശരീരത്തെ തളർത്തും. അവിടെ തളർത്തും എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. നാലാമത്തത്, മദ്യപാനിയുടെ ഇഹലോകത്തെ ശർഈയായ ശിക്ഷ 40 അടിയാണ്. അവിടെ 40 അടിയാണ് എന്ന് എഴുതി കൊടുക്കുക. അഞ്ചാമത്തത്, തീനത്തുൽ ഖബാൽ, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വെന്തൊഴുകുന്ന ദുർജലമാണ്. അവിടെ ദുർജലമാണ് എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി ആറാമത്തത്, വിരുന്നുകാർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നത് 3 ദിവസമാണ്. അവിടെ 3 ദിവസമാണ് എന്നുള്ളത് എഴുതി കൊടുക്കുക. ഇനി ഉത്തരം എഴുതാം എന്നുള്ളതാണ് 5ാമത്തെ പ്രവർത്തനമായിട്ട് വരുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ജീവനുള്ള മൃതദേഹങ്ങൾ ആണെന്ന് ഹുദൈഫത്തു റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ്? ഉത്തരം, നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തവർ. അപ്പൊ അവരാണ് ജീവനുള്ള മൃതദേഹങ്ങൾ പോലെയാണെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. രണ്ടാമത്തത്, നരകത്തിലെ തീ കണലാണോ നിങ്ങൾ കയ്യിൽ അണിയുന്നത്? ഇത് ആരെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? ഉത്തരം, കയ്യിൽ സ്വർണ മോതിരം അണിഞ്ഞ ഒരാളോട്. മൂന്നാമത്തെ ചോദ്യം, മുറിവുള്ള വിരലിന്റെ പ്രയാസത്തിൽ ശരീരം പങ്കുകൊള്ളുന്നത് എങ്ങനെയാണ്? ഉത്തരം, രാത്രി ഉറക്കം വരില്ല. പിന്നെ നമ്മൾ അതിന്റെ കൂടെ എന്തും പഠിച്ചിട്ടുണ്ട്, പനി ബാധിക്കും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. നാലാമത്തത്, ചെറു സംഘം ആർക്കാണ് സലാം പറയേണ്ടത്? വലിയ സംഘത്തോട്. അഞ്ചാമത്തെ ചോദ്യം, രോഗികളെ സന്ദർശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറുണ്ടായിരുന്ന ഒരു ആശ്വാസവാക്ക് എന്തായിരുന്നു? ഉത്തരം, ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്. ഇനി ആറാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തത്, ഉമ്മയുടെ കാൽ കീഴിലുള്ള ഡാഷ് നമുക്ക് കിട്ടണമെങ്കിൽ ഡാഷ് ഇഷ്ടം സമ്പാദിക്കണം. അവിടെ എഴുതാനുള്ളത് സ്വർഗം എന്നും ഉമ്മയുടെ എന്നുള്ളതുമാണ്. ഉമ്മയുടെ കാൽ കീഴിലുള്ള സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ ഉമ്മയുടെ ഇഷ്ടം സമ്പാദിക്കണം. ഇനി അവസാനത്തെ ചോദ്യമാണ്, നമ്മുടെ ഉപ്പയും ഉമ്മയുമായി ഡാഷ് കുടുംബക്കാർ. നമ്മുടെ ഉപ്പയും ഉമ്മയുമായി രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. ലാ യദ്ഖുലുൽ ജന്നത മൻ ലാ യമനു ഡാഷ് ബവാഇഖതു. അപ്പൊ അവിടെ ജാറുഹു എന്നുള്ളതാണ് എഴുതാനുള്ളത്. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.